ആദം മാഫിയ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടന്ന ഒരു ചെക്കനായിരുന്നു. പ്രണയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത സാറ. ഒരു ചെകുത്താന് പ്രണയം പഠിപ്പിച്ചു കൊടുത്ത മാലാക പെൺകുട്ടിയാണ് സാറ. ആദമിനെ പല പേരിലും അറിയപ്പെടും. ചെകുത്താന്റെ ദൈവമെന്നും ഡെവിൽ ഓഫ് കിങ് എന്നും. പക്ഷേ സാറയെ പ്രണയത്തിന്റെ വെള്ളരിപ്രാവിന്റെ പ്രകൃതമാണെന്നാണ് അറിയപ്പെടുന്നത്. നീ കൊള്ളാലോടി പെണ്ണെ, കൂടെ കെടുക്കാൻ വന്നാ മതി, ടിപ്പ് തരാനേ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, മര്യാദക്ക് സംസാരിക്കണം. തന്റെ വീട്ടിൽ എന്താ അമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ? നിനക്കിത്ര ധൈര്യമോ ലൂക്കയുടെ മുഖത്തേക്ക് തല്ലാൻ? ഇതുവരെയിട്ടും ഒരാൾ പോലും എന്റെ മുഖത്തടിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു പെണ്ണ് പോലും. മയിര് എടാ നായേ, നിനക്കൊരു പെണ്ണിനെ റേപ്പ് ചെയ്യാനൊരു നാണോ മാനോ ഇല്ലടാ. ഏതായി നല്ല ചേട്ടൻ. അപ്പൊ ഇയാളുടെ പേര് ആദമപ്പൻ എന്നാണല്ലേ? നമ്പറും ഉണ്ട്. ഈ കാർഡ് വീട്ടിൽ കൊണ്ടുപോവാ. ഹലോ, ഇത് ആദമാണോ? ആണ്, ഇത് ആദമാണ്. ആരാ? ഞാൻ സാറാ. ഇന്ന് ബാറിൽ വെച്ചൊരു കുട്ടിയെ രക്ഷിച്ചില്ലേ, അതാ ഞാൻ. കൊച്ചേ, നീ ഉദ്ദേശിക്കണ ആളല്ല ഞാൻ. എനിക്ക് ടൈമൊന്നുമില്ല ഇത് പറയാൻ. ഒന്ന് കട്ട് ചെയ്ത് പോയേ. അയ്യോ, കട്ടാക്കില്ല, ഞാനൊരു അയ്യേ കട്ടാക്കി. അസുവ, എനിക്കൊരു കാര്യം പറയാണ്ട്. ഒരു നഗ്നമായ സത്യം വെളിപ്പെടുത്താൻ. എന്താണാവോ, തമ്പുരാറ്റൊന്നും പൊഴിഞ്ഞാൽ കേൾക്കാമായിരുന്നു. അസുവ, അതെന്താന്ന് വെച്ചാലേ, ഞാൻ ഒരു ലാസ്റ്റ് 5 മാസമായിട്ട് ഒരാളായിട്ട് അഗാധമായ പ്രണയത്തിലാണ്. കമ്മിറ്റഡ് അല്ല, വൺ സൈഡ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആള് മാഫിയേ. 5 മാസമായിട്ടാ. പറഞ്ഞില്ലല്ലേ, നിന്റെ കൂടെ താമസിക്കണല്ലടി ഞാൻ. നമ്മ ഒരുമിച്ചല്ലടി ഹോസ്റ്റലിൽ താമസിക്കണേ. എന്നിട്ടെന്തടിച്ച് പറയാനേ? പിന്നെ മാഫിയ ഒന്നും ഒരു പ്രശ്നമല്ല, എൻ്റെ ബ്രദർ മാഫിയല്ലേ, പിന്നെന്താ പ്രശ്നം? അത് പിന്നെ ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ആക്കിയതാ. ഇത് ചെക്കൻ്റെ ഫോട്ടോ കാട്ട്, നമുക്ക് അന്വേഷിച്ചോക്കാം. ഇതാണ് ചെക്കന്, എങ്ങനെയുണ്ട് നോക്ക്. ഇതാണോ? നിനക്ക് ഉറപ്പാണോ? അതെ, എങ്ങനെയുണ്ട്? ഇവനാണ് ഇവിടുത്തെ മാഫിയ നമ്പർ 1 ആദമപ്പൻ. ലുക്കില്ലേ? എന്റെ ബ്രദറിനെ കാട്ടിട്ട് ലുക്കില്ലേന്നാ? എന്ത്, നിന്റെ ബ്രദറാ? എനിവേ, എനിക്ക് കോളടിച്ച് നമുക്ക് ഈ വെക്കേഷൻ നിന്റെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ വെക്കേഷനായി. സാറയും അസ്മിനും കൂടിയിട്ട് അസ്മിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി. സാറ ആദമിൻ്റെ റൂം കണ്ടെത്തി അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഇക്കാന്റെ പെണ്ണ് വന്ന്.
എൻ്റെ പെണ്ണാ ഒന്ന് പോയിടെ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോത്. എന്തൊക്കെ ഇങ്ങനെ പറയണത്? 5 മാസമായിട്ട് പുറകെ നടക്കണതല്ലേ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബ്രദറാന്ന് അറിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായി. ഇന്ന് വായോ ഉമ്മൊക്കെ തരാന്നേ. അവൾ അവൻ്റെ ലിപ്പിൽ കിസ് ചെയ്തു. പെട്ടെന്ന് അവൻ ആഞ്ഞ് അവളെ മുഖത്തടിച്ചു. കൊറേ നാളായി സഹിക്കണം. പെണ്ണല്ലേ എന്ന് വെച്ച് വിട്ടു പോണു. നിനക്കറിയോ നീ എന്താ ചെയ്യണേന്ന്? എന്തിൻ്റെ കേട് നന്ന് നിന്നെ രക്ഷിക്കേണ്ടത്? ആ കഴുകണ്ട് മുന്നിനോട് കൊണ്ട് ഇട്ടുകൊടുത്താൽ മതിയൊന്ന്. ഇതേ പ്രായമുള്ള പെങ്ങളില്ലെന്ന് വെച്ചിട്ടാണ് നിന്നെ രക്ഷിച്ചത്. ഇപ്പോൾ വെറുതെ എന്ത് പറയുമെന്ന് ഇറങ്ങി പോടി ഇടുന്ന റൂമിൽ നിന്ന്. സോറി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. നിങ്ങൾ തോന്നിയ ഇഷ്ടം അതിനെ ആരും രക്ഷിക്കാനില്ലാത്ത നേരത്ത് നിങ്ങൾ വന്ന് രക്ഷിച്ചോണ്ട. ഇപ്പോഴത്തെ കാലത്ത് സ്നേഹിക്കണത് തെറ്റാണെങ്കിൽ ഞാനെങ്കിൽ അത് ചെയ്യണില്ല. എങ്ങനെയൊക്കെയോ തോന്നിയ ഇഷ്ടമായിരുന്നു നിങ്ങളോട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടെന്നെ തന്നെ. ആരാ നിന്റെ മുഖത്തിന് എന്താ പറ്റിയത്? ചോദിക്കണേ. അതൊന്നുമില്ലടി, ജസ്റ്റ് ഞാൻ വീണതാ. ഞാൻ നേരത്തെ ഹോസ്റ്റലിലേക്ക് പോവാനിട്ടാ. ഞാൻ ഈ വെക്കേഷൻ കഴിയണ വരെ നിൽക്കണില്ല, എനിക്ക് പെട്ടെന്ന് പോകണം. ഇക്ക, അവിടെ എന്താ നടന്നത്? എനിക്ക് പറയണം. ഞാൻ അവളെ തല്ലി. എന്തേ? നീ ചിലപ്പോൾ വല്ല മാഫിയ ആയിരിക്കും, അല്ലാണ്ടും ഇരിക്കും. പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് തല്ലാനൊരു യോഗ്യത അല്ല. പിന്നെ നീ എന്തിനാ തല്ലിയത്? അവളെന്തോ ഓർഫൻ ആയോണ്ടോ? അത് വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ? അവൾ നിന്നെ സ്നേഹിച്ചതാണോ നിന്റെ വലിയ പ്രശ്നം? അതും ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാർ പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവൾക്ക് ആരുമില്ല, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി മേലാണ് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഇക്കത് നോക്കൂല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആദം. എന്ത് ഓർഫണോ? ആ, ഓർഫണം തന്നെ. എന്തേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ ഉപ്പ ഇന്നെ മരിച്ചു പോയത് ഒരു കാർ ആക്സിഡൻറ്റ് വഴി. അതിനുശേഷം അവൾക്ക് ആരുമില്ല. ആകെ അവളുടെ നോക്കിയാൽ തന്നെ ഓർഫനേജ് ഉള്ള സിസ്റ്റേഴ്സാ. അത് പിന്നെ എനിക്ക് അവള് അറിയില്ലായിരുന്നു അവളൊരു ഓർഫണാണെന്ന്. ഞാൻ വിചാരിച്ചു മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെ അവളും എൻ്റെ പിന്നാലെ നടക്കണത് എൻ്റെ ലുക്കും ബോഡിയും കണ്ടിട്ടാണെന്ന്. എനിക്കത് അറിയില്ലായിരുന്നു. അതിനുശേഷം സാറ അങ്ങനെയൊന്നും ഹസ്ബൻഡ് വീട്ടിലോട്ടേക്ക് വരില്ല. അങ്ങനെ ഒരു ദിവസം ആദ്യം കഫേയിലോട്ടേക്ക് കോഫി കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ സാറയും കൂടെ ഒരു ചെക്കനും ഇരുന്ന് കോഫി കുടിക്കുന്നത് അവൻ കണ്ടു. സാറ, ഇങ്ങോട്ട് നീ വന്ന? നീ ആരുടെ കൂടെ നിൽക്കണേ? എന്നെ വിട്, എനിക്ക് പോകണം. എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനൊന്നിനും താല്പര്യമില്ല. എന്തിനാ? എന്നിട്ട് അവനായിട്ട് സംസാരിക്കാനല്ല. അവൻ നിന്റെ ആരാ? നീ എൻ്റെതാണ്, എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം. നീ ഒരു സെക്കൻഡായിട്ട് സംസാരിക്കണത് എനിക്ക് കാണാൻ പറ്റില്ല. നീ കാണാണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ വിട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞേ. ഐ ആം സോറി. ഞാൻ നിന്നെ തല്ലിയിട്ട് വെറുതല്ല. ഇതേമാതിരി കുറേ പെൺകുട്ടികൾ എൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ പൈസയും ലുക്കും ശരീരവും കണ്ടിട്ട് മാത്രമാണ് അവരെന്നെ സ്നേഹിച്ചിട്ടുള്ളത്. അതേപോലെ ഒരാളാവുമെന്ന് വിചാരിച്ചു നീ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു നീ ഒരു ഓർഫണാണെന്നും പിന്നെ നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണെന്ന്. പിന്നെ നീ വിചാരിക്കണ പോലെയല്ല, ഞാനൊരു മാഫിയാണ്. അത് നോക്കുമ്പോൾ നമ്മൾ സെറ്റാവൂലേ. ഞാൻ നീ മാഫിയാണോ അല്ലോ എന്നല്ല നോക്കിയത്. നീ അന്ന് എന്നെ രക്ഷിച്ച്. അതിനുശേഷം എനിക്ക് എന്താണെന്നറിയില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പോട്ടെ, ആരാവനീ? എൻ്റെ കാമുകൻ. എന്തേ? അവളുടെ വർത്താനം കേട്ട് അവനക്ക് ദേഷ്യം വന്നിട്ട് അവൻ അവളുടെ കഴുത്തിൽ കിസ് ചെയ്തു. നീ ഇനി തമാശ പറയുമ്പോൾ സൂക്ഷിച്ച് പറയാം. എല്ലാണെങ്കിൽ 10 മാസം നീ പെട്ടിരുന്ന് തമാശ പറയേണ്ടി വരും. എൻ്റെ കഴുത്ത് ദുഷ്ട. പിന്നെ 10 മാസം ഞാൻ എന്നിട്ട് പറയും തമാശ പറയാൻ അവിടെ അങ്ങോട്ട് കിടന്ന് തരുമല്ലോ. സാറാ, നിനക്ക് എൻ്റെ ഈ കണ്ണുകൾ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നിനക്കെന്നെ ഇഷ്ടമല്ലാന്ന്? ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്.
കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ്, അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ്. മഴവില്ലിൻ ചേലിൽ സ്നേഹം മേയും തൂവൽ കൂടുണ്ട്, അതിലെന്നും എന്നും കൂടെ കൂടാൻ നോമൽ പെണ്ണുണ്ട്. അവളില്ലെങ്കിൽ ഞാനെല്ലി മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്. അത് പിന്നെ ഇഷ്ടൊക്കെ തന്നെ. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, പിന്നെ എന്തിനാണ് നീ വെറുതെ വേണ്ടാന്ന് വെച്ച് നിൽക്കണേ? നമുക്ക് സെറ്റാവാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു. എനിക്ക് നിന്നല്ല ഇഷ്ടം, ഞാനെല്ലാം കൊടുക്കുന്നത്. അപ്പം എന്നെ തല്ലി, ഇനിയും നീ തല്ലൂല, എന്നെ ചീത്ത പറയില്ല നോക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാവാം. എന്നെ വിഷമിപ്പിക്കില്ല എന്ന് പ്രോമിസ് ആക്ക്. വിഷമിപ്പിക്കൂല, പ്രോമിസ്. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സാറയും അതും ഇപ്പം നല്ല ഒരു ഹാപ്പി ലൈഫിലാണ്. ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി. സാറിനെ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ പെണ്ണായിട്ട് കിട്ടാൻ ഞാൻ വളരെ ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ദാദാ ഉമ്മച്ചി വീണ്ടും ശീശ പറഞ്ഞു. ഓടണ്ട കാണുതിപ്പൊ കാണാൻ എന്തൊരു ചേല്, പൊടുക്ക് മാറി നിക്ക് ഞാനാ മുന്തിരിച്ചാറ്. പെയ്യല്ലേ കാണുന്നുണ്ടെന്റെ മുഖത്തൊന്നും മയക്കാറ്, പച്ചപ്പാവം നടിച്ചു നിന്ന്. ഡാഡാടെ ശുന്തിരിനെ ഷാറുമ്മ ചീത്ത പറഞ്ഞാ നമുക്കേ നല്ല പണി കൊടുക്കാട്ടാ ഉമ്മാക്ക്. ജായിച്ചാന് ഉമ്മച്ചി നുള്ളി, എനിക്ക് നല്ല വേണിച്ച്. ഉമ്മച്ചിക്ക് നല്ല ചീത്ത പറയണം, ഉമ്മച്ചിനെ നമുക്ക് നല്ല പണി കൊടുക്കണം. ഉമ്മച്ചി എന്നെ ഇനി ചീത്ത പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഉമ്മാക്കൊരു 10 മാസം അങ്ങോട്ട് പണി കൊടുത്താലാ? 8 മാസാണെങ്കിലും കുഴപ്പമില്ല, ഉമ്മച്ചിക്ക് നല്ല പണി കൊടുക്കണം. 10 മാസോ അത് 8 മാസാണെങ്കിലും കുഴപ്പമില്ല. ഉമ്മച്ചി എന്തായാലും എന്നെ ചീത്ത പറയാൻ പാടില്ല. ഇക്ക എവിടെ നിന്ന് നിങ്ങളെ കുട്ടിക്കുരിപ്പ്? വിളിക്കവളെ. ആ ഇവിടെ ഉണ്ടായിരുന്ന കുരിപ്പ്. ആ രണ്ടുണ്ടാക്കണ്ട ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതിന് തന്തട അതേ സ്വഭാവമല്ലേ. കൊച്ചിപ്പൊട്ടിക്കിട്ട് വാ, എനിക്കെൻ്റെ ചാജുണ്ട്. ചാജ പറഞ്ഞല്ലോ മമ്മീനെ 10 മാസം നമുക്ക് ഒതുക്കിയെടുക്കാന്ന്. എൻ്റെ ദാദ 10 മാസം മമ്മീനെ ഒരുക്കിയിട്ടിക്കോളും. പിന്നെ ഡാഡേ മോളും കൂടെ വാ, 10 മാസം പറഞ്ഞിട്ട്. ഒന്നിനെന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോഴും ഞാൻ അടുത്തതും കൂടി. സാറാ നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ കൊച്ചിനായിട്ട് തല്ലുണ്ടാക്കണേ? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടിക്കുരുപ്പ് സുജാത ചേച്ചിയുടെ വീട്ടിൽ കളിക്കാൻ പോയി. സുജാത ചേച്ചിയുടെ മോനെ ഇവരെ കൂടി കളിച്ചിട്ട് അവന് ജയിച്ചതിന് ഇവള് അവനെടുത്തിട്ട് എന്താ പറയുക ചാണകക്കുഴി കൊണ്ടങ്ങോട്ട് ഉന്തിട്ട്. സുജാത ചേച്ചി എന്നിട്ട് വിളിച്ച് എന്നെ നല്ല ചീത്ത പറഞ്ഞു. എടി കുട്ടിക്കുരിപ്പേ, നീ അവനെ പോയിട്ട് ഉന്തിട്ടാ? എന്തിനാ പപ്പടും മോള് ഇതാണ് ഉന്തിടാൻ പോയത്? പപ്പേ ഞാനൊന്നും ചെയ്തതല്ല, ഓനാണ് ഗെയിമിൽ ചീറ്റ് ചെയ്തത്. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോ അവനെ ചുന്തിട്ടതാ. പിന്നെ ദേഷ്യം വന്ന് ഉന്തിടല്ലേ ചെയ്യാ. നിങ്ങളുടെ വാടി നിനക്ക് ഞാൻ നല്ല വെച്ചിട്ടുണ്ട്. പപ്പയെ രക്ഷിക്കാൻ പറ്റില്ല, ആരും രക്ഷിക്കാൻ പറ്റില്ല. ഉമ്മേഷ് എന്തിനെന്നിങ്ങനെ ചീത്ത പറയുന്നത്? ഉമ്മേഷിക്ക് എന്നോട് ദേഷ്യമാണോ? എനിക്ക് നല്ല വിഷമായി, ഞാൻ പപ്പാനോട് പറഞ്ഞു കൊടുക്കും. സാറാ നിനക്ക് ദേഷ്യം നീ കുട്ടീനോടല്ല തീർക്കേണ്ടത്, നീ സുജാത ചേച്ചിനോട് പോയി സംസാരിക്കാൻ വേണ്ടത്. അവൾ കുട്ടിയാണ്, കുഞ്ഞു കൊച്ച്, അവൾക്ക് എന്തറിയാ? നീ വെറുതെ കുട്ടീനെ ഇങ്ങനെ പറയാന്നുണ്ടല്ലോ സാറാ. പണ്ടറിയാം നിങ്ങൾ രണ്ടേരും ഉടായിപ്പ, തന്റെ ഉടായിപ്പ മോളും ഉടായിപ്പ. അവള് കള്ള കരച്ചിൽ അറിയാണ്, അല്ലാണ്ട് ശരിക്കും കരയൊന്നല്ല. സഹിച്ചു നീ ഇങ്ങോട്ട് പാല് കൂടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വായും, ഇപ്പൊ തരാ. നീ ഇങ്ങോട്ട് വന്നേ, നീ ഇന്ന് കുറേ കുട്ടീനെ ചീത്തറ്, നിനക്കുള്ള പണി ഞാൻ തരാം. ഞാൻ പറയണേ അവളാണ്. It's time for punishment, baby bear.